നരേന്ദ്രമോദി എന്നും ബിജെപിയുടെ 56 ഇഞ്ച് നെഞ്ചളവ് തന്നെയാണ്. ബിജെപിയുടെ ഫയർ പവർ അങ്ങനെയാണ് മോദിയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നതും. മോദിയുടെ വാക്കുകളിലെ വെടിമരുന്ന് ബിജെപിക്ക് ഗുണം ചെയ്യുമോ? വാക്കുകളിൽ വെടിമരുന്ന് നിറച്ച് നരേന്ദ്രമോദി വീണ്ടും എത്തുമ്പോൾ, പ്രസംഗങ്ങളിൽ എതിരാളിയെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ, ജനക്കൂട്ടത്തെ ആവേശത്തുമ്പത്തെത്തിക്കുമ്പോൾ അത് എന്തായിരിക്കും ഇന്ത്യക്ക് നൽകുക? മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കൊപ്പമോ അതിൽ കൂടുതലോ കരുത്തും നെഹ്റുവിനൊപ്പമോ കൂടുതലോ നയതന്ത്രജ്ഞതയുമുള്ള പ്രധാനമന്ത്രി എന്ന വിശേഷണമാണ് നരേന്ദ്രമോദി പ്രതീക്ഷിക്കുന്നത്. ഇക്കാലമത്രയും നരേന്ദ്രമോദി ശ്രദ്ധാപൂർവം പരിപാലിച്ചു പോന്ന മറ്റൊന്നുകൂടിയുണ്ട്. കുട്ടികളും യുവാക്കളുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ള വലിയൊരു തന്ത്രം. 56 ഇഞ്ച് നെഞ്ചളവിന്റെ അതിമാനുഷ്യ രൂപമായി നരേന്ദ്രമോദിയെ ബിജെപി ഇപ്പോഴും കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ്. ബിജെപിയിൽ നിലവിൽ മോദിക്കെതിരെ പുറത്തുവരുന്ന എതിർ ശബ്ദങ്ങൾ ഒന്നുമില്ല. എല്ലാവരും അദ്ദേഹത്തെ പരമോന്നത നേതാവായി അംഗീകരിക്കുന്നുമുണ്ട്. 5 വർഷം മുൻപ് ഒറ്റയ്ക്കൊരു പാർട്ടിയെ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിച്ചതാണ്. അനിശ്ചിതത്വത്തിന്റെ ആ കടലിൽ നിന്നാണ് മോദി ബിജെപി എന്ന പാർട്ടിയെ തീരെ തണച്ചത്. കോൺഗ്രസിന് നൽകിയ 60 വർഷത്തിന്റെ സ്ഥാനത്ത് തനിക്ക് 60 മാസം മാത്രം കടം തരാമോ എന്നാണ് നരേന്ദ്രമോദി ചോദിച്ചത്. ഏറ്റവും ഒടുവിൽ കണക്കെടുക്കുമ്പോൾ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് തന്നെയാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ സംശയമില്ല. തുടക്കം മുതൽ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നരേന്ദ്രമോദി എടുത്ത നിലപാട്, പ്രതിരോധ മേഖലയിൽ നരേന്ദ്രമോദി എടുത്ത പുതിയ തന്ത്രങ്ങൾ, ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവിനും ശേഷം രാജ്യം കണ്ട വലിയ കരുത്ത്. അതുകൊണ്ട് തന്നെയാണ് എന്നും നരേന്ദ്രമോദി ബിജെപിയുടെ ഫയർ പവറായി നിൽക്കുന്നതും നരേന്ദ്രമോദിയുടെ വാക്കുകൾ ബിജെപിക്ക് വലിയ വെടിമരുന്നായി മാറുന്നതും ഗുണം ചെയ്യുന്നതും. ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കളത്തിലിറങ്ങി കളിക്കുമ്പോൾ മറ്റെല്ലാവരെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ചും ഉയർന്നു വരുന്ന ഒരു പുതിയ ശബ്ദമുണ്ട് കോൺഗ്രസിൽ നിന്നും. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധി കൂടി കളത്തിലിറങ്ങി ശക്തമായി കളിക്കുകയാണ്. സോണിയയ്ക്കൊപ്പം മക്കൾ കൂടി അണിനിരക്കുമ്പോൾ ആ 3 ശക്തിയെയും തകർക്കാൻ തക്കവണ്ണമുള്ള കഴിവ് ബിജെപിക്കും നരേന്ദ്രമോദിക്കും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മോദി ഇക്കാലം അത്രയും ശ്രദ്ധാപൂർവം പരിപാലിച്ചു പോന്ന ഒരുപാട് കാര്യങ്ങൾ, വളരെ നല്ല ബന്ധങ്ങൾ, സാമൂഹിക തലം മുതൽ വിദേശ രാഷ്ട്രങ്ങൾ വരെയുള്ള വലിയ ബന്ധങ്ങൾ, അതൊക്കെ നരേന്ദ്രമോദിക്ക് വീണ്ടും വോട്ടായി മാറും, ബിജെപിക്ക് കൂടുതൽ ഗുണകരമാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നതും ഉറ്റുനോക്കുന്നതും. തുടർച്ചയായുള്ള കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഒരു മാറ്റം എന്നുള്ള വലിയ മുദ്രാവാക്യവുമായാണ് നരേന്ദ്രമോദി 2014 പൊതു തിരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് 60 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് 60 മാസം കടം തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ആ 60 മാസം കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുമെന്നൊരു വലിയ വാഗ്ദാനം നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഭരണ തുടർച്ച എന്ന മറ്റൊരു സന്ദേശവുമായി നരേന്ദ്രമോദി വരുമ്പോൾ അത് ഏതൊക്കെ രീതിയിലായിരിക്കും രാജ്യത്തിന് ഗുണം ചെയ്യുക, ഏതൊക്കെ രീതിയിലായിരിക്കും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിഫലിക്കുക? വലിയ വെല്ലുവിളിയായി ഒരു വശത്ത് നരേന്ദ്രമോദിക്കൊപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമുണ്ട്, ബംഗാളിലെ ദീദി മമതാ ബാനർജിയുണ്ട്, ബഹൻജി മായാവതിയുമുണ്ട്. ഈ സഖ്യങ്ങളെല്ലാം നരേന്ദ്രമോദിക്കെതിരായി ശക്തമായി ഉയർത്താമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ബിജെപി എന്ന വലിയ പാർട്ടിക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് ഇത്തവണയും പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ബിജെപി ക്യാമ്പ് കരുതുന്നത്. 90 കോടി വോട്ടർമാർ, അതിൽ 8.4 കോടി പുതിയ വോട്ടർമാർ, ആ യുവജനങ്ങളുടെ വോട്ട് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ചും 2014 തിരഞ്ഞെടുപ്പിലും നിർണായകമായത് കന്നി വോട്ടുകൾ തന്നെയായിരുന്നു. ഇത്തവണയും കന്നി വോട്ടുകൾ 8.4 കോടി വരുന്ന വോട്ടുകൾ ആർക്ക് ഗുണകരമാകും? അത് ബിജെപിക്ക് തന്നെയായിരിക്കും തരംഗമാകാൻ പോകുന്നതെന്ന നിഗമനത്തിലാണ് ബിജെപി ക്യാമ്പുകൾ. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ബിജെപി ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ബിജെപിയുടെ നേതൃത്വത്തിൽ ശക്തമായൊരു ഭരണം കാഴ്ചവെക്കാനായെന്നാണ് NDA അവകാശപ്പെടുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ പുതിയൊരു ഭരണം കൊണ്ടുവരാൻ സാധിക്കുമെന്ന UPAയും കരുതുന്നുണ്ട്. ഏതായാലും വിശാല സഖ്യം ഏതൊക്കെ രീതിയിൽ ഗുണം ചെയ്യും, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും 2 സഖ്യങ്ങളുടെ സാധ്യതകൾ, ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത്.